ശിരോവസ്ത്രം വെളിച്ചം തേടിയ പെൺകുട്ടി കൊച്ചിയിലെ സെന്റ് റീത്ത പബ്ലിക് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കിയായ ഫാത്തിമക്ക് കണക്കിനും ശാസ്ത്രത്തിനും താൽപര്യം ഏറെയായിരുന്നു. അവളുടെ മനസ്സിനോട് ചേർന്ന് നിന്നത് മഞ്ഞകലർന്ന ഇളമ്പച്ച ശിരോവസ്ത്രം. ഒരു പ്രഭാതത്തിൽ ഗേറ്റിൽ ടീച്ചർ മിസ് മേരി തടഞ്ഞു. ഫാത്തിമ, യൂണിഫോമിന്റെ ഭാഗമല്ല ഈ വസ്ത്രം, ഒഴിവാക്കണം. ഫാത്തിമയുടെ വാക്കുകൾ മന്ദമായി പൊഴിഞ്ഞു. ഇത് എന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ടീച്ചർ. അവൾക്ക് ക്ലാസ്സിൽ പോകേണ്ടതായിരുന്നു, അവാർഡ് ലഭിക്കാനായിരുന്നു. പക്ഷേ വിശ്വാസം വലുതായി തോന്നി. അവൾ ഗേറ്റിനു പുറത്തുനിന്നു, കണ്ണുനീർ മറച്ച്. അച്ഛൻ അഷ്റഫ് സ്കൂളിലെത്തി. അഭ്യർത്ഥിച്ചു. പക്ഷേ അധികൃതർ മിണ്ടാതെയിരുന്നു. സംഭവം വാർത്തയായി. സമൂഹം രണ്ടായി വിഭജിക്കപ്പെട്ടു. നിയമം മുൻപിൽ വിശ്വാസവും അവകാശവും ഒന്നിച്ചിരിക്കട്ടെ എന്നും ചിലർ വാദിച്ചു. വിഷയം മന്ത്രിയുടെ കൈയിലെത്തി. വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിച്ചു. റിപ്പോർട്ട് വ്യക്തമാക്കി, വിദ്യാർത്ഥിനിയുടെ പ്രവേശനം നിഷേധിച്ചത് അവകാശ ലംഘനമാണ്. മന്ത്രിയുടെ ഉത്തരവ് പെട്ടെന്ന് പുറപ്പെട്ടു. വിശ്വാസത്തെയും പഠനത്തെയും വേർതിരിക്കരുത്. അടുത്ത ദിവസം ഫാത്തിമ അതേ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിലെത്തി. ഗേറ്റിൽ മിസ് മേരി പുഞ്ചിരിയോടെ പറഞ്ഞു, വാ മോളെ, നിന്റെ സമ്മാനം കാത്തിരിക്കുന്നു. ഫാത്തിമ അകത്തേക്ക് നടന്നു തല ഉയർത്തി. മനസ്സിൽ വെളിച്ചവുമായി. അവൾ ഇനി ഒരു വിദ്യാർത്ഥിനിയല്ല, വിശ്വാസത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഏകത്വത്തിന്റെ പ്രതീകമായി മാറിയിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം എല്ലാ വിശ്വാസങ്ങളുടെയും മുകളിലൂടെ തുല്യമായി തെളിയണം.